അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ റബീഉൽ അവ്വൽ 12, ആ 12 എന്നുള്ളത് അത് ഖിയാമത്ത് നാൾ വരെ അതിനെ ആദരിക്കപ്പെടേണ്ടതും അതിനെ ബഹുമാനിക്കപ്പെടേണ്ടതുമാണ്. അതിനുള്ള ബഹുമാന ആദരവ് എന്നുള്ളത് മൗലിദ് ഒരു പ്രത്യേകമാവുന്ന ഒരു ദിക്റാണത്. ദിക്റുകളെ കൂട്ടത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ദിക്റാണ് മൗലിദ് എന്ന് പറഞ്ഞത്. അമ്പിയാക്കന്മാരോട് ബന്ധപ്പെട്ടതായ ചരിത്രങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ടല്ലോ, ആ ഗ്രന്ഥങ്ങളിൽ ആ ചരിത്രങ്ങൾ മുഴുവനും അത് ദിക്റുകൾ തന്നെയാണ്. അല്ലാതെ വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രമുള്ള ദിക്റ്, അള്ളാഹുവിൻ്റെ അസ്മാക്കൾ മാത്രമല്ല ദിക്റ്, അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരുടെ അസ്മാക്കൾ അത് ദിക്റാണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്കുള്ള പേരുകൾ അത് ദിക്റാണ്, അവരുടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നതും അത് ദിക്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഹസ്സാൻ ബിൻ സാബിത്തിനോട് റസൂൽ പറഞ്ഞത്, യാ ഹസ്സാൻ ഉഹ്ജുൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളെ ആക്ഷേപിച്ചു പാട് എന്ന് പറഞ്ഞു. ഓ ജിബിരിയിലുമായൊക്കെ ജിബിരിലിൻ്റെ കൂടെ ഉണ്ടാവും. എന്താ അതിൻ്റെ അർത്ഥം? ഹസ്സാനെ നീ പാടുന്ന പാട്ട് സാധാരണ പാട്ടല്ല, എന്നെ ആക്ഷേപിച്ചവർക്കുള്ള മറുപടിയാണ്. അതിൽ വ്യംഗ്യമായിട്ട് എന്നോ അല്ലെങ്കിൽ സ്പഷ്ടമായിട്ടോ എൻ്റെ മധു ഉണ്ടാവും. എൻ്റെ മധു ഉണ്ടായതുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട ദിക്റാണത്. അതൊരു പ്രധാനപ്പെട്ട ദിക്റായതുകൊണ്ടാണ് ജിബിരിയിൽ കൂടെ പാടുമെന്ന് പറഞ്ഞത്. അല്ല ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം ഏതെങ്കിലും പാട്ട് പാടുന്ന ആളാ? ഈ പാട്ട് പാടുന്ന പണിയാണോ മൂപ്പർക്ക്? അപ്പം ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം സർവ്വസമയത്തും ദാക്കിറല്ലേ? ആ ജിബിരിയിൽ നിന്റെ കൂടെ പാടുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ മദ്ഹികളൊക്കെ അത് പ്രധാനപ്പെട്ട ദിക്റുകളാണ്. ആ ദിക്റുകൾ നീ പാടുമ്പോൾ ആ ദിക്റുകൾ അത് ഗദ്യരൂപത്തിലായാലും വേണ്ടില്ല, പദ്യരൂപത്തിലായാലും വേണ്ടില്ല, അത് നീ പറയുകയോ പാടുകയോ ചെയ്താൽ നിന്റെ കൂടെ അത് ഏറ്റു പറയാൻ ആരുണ്ടാവും? ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാവും. അപ്പം മൗലിദുകൾ എന്ന് പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലും നമ്മൾ ചൊല്ലി പോവല്ല. അതിന് പിന്നെ ശിർക്കുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം ഇസ്തഖബുത്തു അൽ ഖത്താ എന്നൊക്കെ പറയുമ്പോൾ ശിർക്കിൻ്റെ കൊട്ട കണ്ട് വന്ന് ചാടുക എന്നാണ് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്കൂ ഫീഹി, നബിനോട് പറയാൻ പാടില്ല ഈ സംഗതി ഒന്നും. സഹാബത്ത് റസൂലുള്ളാഹിനോട് എന്തെല്ലാം ചോദിച്ചു. ഒരു യുദ്ധത്തിന് പോകുമ്പോൾ സൽമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു തആല അൻഹു പാട്ട് പാടാൻ തുടങ്ങിയപ്പോൾ റസൂൽ ചോദിച്ചു, മനിൽ മുഗന്നി, ആരാണോടോ ആ പാട്ട് പാടുന്നതാണ്? അപ്പം അത് സൽമത്ത് ആമിർ ബിൻ അക്വഅ ആണെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റഹിമഹുല്ലാഹ്, യുദ്ധത്തിലാണ് പോകേണ്ടത്. പാട്ട് പാടിയപ്പോൾ ആരാണ് പാട്ട് പാടുന്നതാണെന്ന് ചോദിച്ചു. ആമിറാണെന്ന് പറഞ്ഞു. സൽമത്ത് ബിൻ അക്വഅന്റെ എളാപ്പെ തോന്നുന്നുണ്ടാവും. അപ്പം അത് ആമിറാണെന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, റഹിമഹുല്ലാഹ്, അള്ളാഹു അവനിക്ക് റഹ്മത്ത് ചെയ്യട്ടെ. എന്താ അതിൻ്റെ ബാക്കിൻ്റെ അർത്ഥം? ഈ യുദ്ധത്തിൽ അവൻ ഷഹീദാവും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ് റഹിമഹുല്ലാഹ് എന്ന് പറഞ്ഞാൽ. ആ റഹിമഹുല്ലാഹ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഈ യുദ്ധത്തിൽ ആമിർ ഷഹീദായി പോകും. ഇത് മനസ്സിലാക്കി സഹാബത്ത്, അവൻ ഷഹീദാവും എന്നാണ്. അപ്പൊ റസൂലുള്ളാഹിനോട് സഹാബത്ത് എന്താ പറഞ്ഞതെന്ന് അറിയോ? അല്ല അംതഅതനി ബിഹയാതിഹി എന്നാണ്. നബിയെ ഹയാത്തോട് നബിയെ തങ്ങൾക്ക് എന്താ ഞങ്ങളെ സുഖിപ്പിച്ചൂടെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഹയാത്ത് നൽകാൻ പറ്റിയതായ സംഗതികൾ നബിയെ തങ്ങൾക്ക് ചെയ്തു കണ്ട് അയാൾ ഭരിക്കുന്നല്ലേ നബിയെ തങ്ങൾ പറയുന്നത്. അയാൾ ഹയാത്ത് കൊണ്ട് നബിയെ തങ്ങൾക്ക് ഞങ്ങളെ സുഖിപ്പിച്ചൂടെ എന്ന് പറഞ്ഞാൽ അയാളെ ഈ യുദ്ധത്തിൽ ഷഹീദാവാത്ത നിലക്ക് സംരക്ഷിക്കപ്പെടാൻ നബിയെ തങ്ങൾക്ക് സാധിക്കുമല്ലോ. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്ത് അതിന് വേണ്ട പ്രവർത്തികൾ ചെയ്തൂടെ? നബിയുടെ ദുആ കാരണമായിരിക്കും ചിലപ്പോൾ അയാൾക്കുള്ളതായ ഹയാത്തിന് അല്ലാഹു നീട്ടിയിടുക. ആ പണി നബിയെ തങ്ങൾ ചെയ്തൂടെ? അല്ലെ അല്ലാഹു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം നബിനോട് എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ ശിർക്കിൻ്റെ കൊട്ടായി പോയി എന്നാണ് ഇപ്പം കണ്ടുപിടുത്തം. പഴയ കണ്ടുപിടുത്താണ്. ഇനി പല പ്രാവശ്യവും നമ്മളെ മഹാന്മാരാവുന്ന ഉസ്താദന്മാരൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനി മറുപടി നമ്മൾ എത്ര പറഞ്ഞിട്ട് ഇവരെ ചോട്ടിക്കൊന്നും കേൾക്കില്ല. അപ്പം അതുകൊണ്ട് അവർ പറയുന്നത് ഇങ്ങനെ പറഞ്ഞു പോട്ടെ. നമ്മൾ യഥാർത്ഥ ദീൻ ഇതാണ്, അതായത് ദീനിൻ്റെ ശിആറുകളെ ബഹുമാനിക്കുക. ആ ഷിയാറിൽപ്പെട്ട ഏറ്റവും വലിയ ഷിയാറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലാദത്ത് കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിലുള്ളതായ റബീഉൽ അവ്വൽ 12 എന്നുള്ള ദിവസം. ആ ദിവസത്തെ നമ്മൾ ആദരിക്കണം, അതിനെ നമ്മൾ ബഹുമാനിക്കണം, ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. അത് മൗലിദായാലും അന്നത്തെ ദിവസത്തിൽ ജനങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലായാലും സദഖ ചെയ്യലായാലും എന്തായാലും തിരക്കടില്ല, ഒക്കെ നല്ല സംഗതികൾ തന്നെയാണ്. അത് ഇനി അതിനോട് സന്തോഷം കൊണ്ടുള്ളതായ പ്രകടനമായാലും കുഴപ്പമില്ല. ആ നിലക്ക് ഈ ദിവസങ്ങൾ ഈ മാസങ്ങളൊക്കെ ആദരിക്കാൻ നമ്മൾ തയ്യാറാവണം. അത് ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു അടിസ്ഥാനത്തിൽപ്പെട്ടതാണെന്ന് മാത്രം ഉണർത്തിക്കൊണ്ടിട്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും.